ഇന്നിപ്പോൾ നമ്മളൊരു കുഞ്ഞ് ജേണിയാണല്ലേ. ഇത് ഈ സന്ധ്യയും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ സുഖമാണ്. സന്ധ്യയുടെ ഒരു കുളിർമയും. ഇനിയിപ്പോൾ AC വേണ്ട, ഗ്ലാസ് താത്ത. എന്നാ അറിയാം, ഞങ്ങൾക്ക് നല്ല ദൃശ്യങ്ങളൊക്കെ കിട്ടട്ടെ. വണ്ടിയുടെ ഉള്ളില് ഞാൻ ഗ്ലാസ് താത്തി. എനിക്ക് സീനറീസ് ഒക്കെ കാണണ്ടേ. ആ ചുറ്റണേ ചുറ്റിക്കോ. ഭാര്യക്ക് ഉറങ്ങണമെങ്കിൽ പിന്നെ രക്ഷയില്ല. അമ്മയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും. റൗണ്ട് അടിച്ച് പോരാ അല്ലേ. മാഷുക്കിനിയും വീട്ടിലോട്ട് ചെന്നിട്ട് ഉടനെ ഉറങ്ങണോ? നമുക്ക് കൽപ്പാത്തിയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചേക്ക് പോരാ. അതെ, ഓ കുളിച്ചില്ലല്ലേ. അല്ലെങ്കിൽ നമുക്ക് ആഞ്ജനേയ ക്ഷേത്രത്തിൽ പോയി വരാമായിരുന്നു. വേണ്ട വേണ്ട വേണ്ട. പോയിട്ടുണ്ടോ? ദേശം ആഞ്ജനേയ ക്ഷേത്രം നാളികേരം കിട്ടുന്നു. ഞങ്ങൾ പോയിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ജപിക്കും, ഇപ്പോഴും ജപിക്കും. എന്റെ ഫ്രണ്ട് ഓം ശ്രീ കാര്യസിദ്ധി സ്വാമിനെ നമഃ. ഞാൻ 3 പ്രാവശ്യം നാളികേരം കെട്ടി 3 മക്കൾക്കും വേണ്ടി. അത് ഭരിക്കുകയും ചെയ്തു. ഇത്ര ദൂരമൊന്നും ഇനി എന്നെ കൊണ്ട് പറ്റുമോ? പാനെ പോയി അന്നേരം തന്നെ തിരിച്ചും പറ്റേ. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ അല്ല, ഞാനല്ലേ യാത്ര ചെയ്ത്. അതൊക്കെ ഈസി ആയിട്ട് ഓ ആകട്ടെ, ആയിക്കോട്ടെ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വയ്യാണ്ടാവുന്നതുകൊണ്ട്, അവള് പഞ്ചാബിയാണ്, ഗഗൻദീപ്. അവളൊരു മാല, അവള് ജപിക്കുന്ന മാലയാ. അപ്പൊ അവളെ പോയി വന്നപ്പം 3 ദിവസം അവളിങ്ങനെ ജപിച്ച് പ്രാർത്ഥിച്ച്, അവിടുത്തെ ഒരു അമ്പലം ഉണ്ടല്ലോ അവരുടെ, ഇങ്ങനെ ഒരു അവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മാല കൊണ്ടു. എന്തുകൊണ്ട് ഇങ്ങനെ നല്ല ക്ഷീണമൊക്കെ വരുമ്പോ കയ്യിലോ കഴുത്തിലോ അതൊക്കെ എടുത്തിട്ടിട്ട് കിടക്ക്, അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് കിടക്കണം, എന്നിട്ട് അത് ജപിക്കണം എന്നൊക്കെ പറഞ്ഞു. അന്ന് മുതൽ ഞാൻ ഈ ചിലപ്പോഴൊക്കെ ഈ ജപിക്കുന്നത് ഇതാ. എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും അത്. ഇന്നലെ ഞാൻ ഇന്നിപ്പോ രാവിലെ എടുത്തുകൊണ്ട് ഞങ്ങളവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായി ബാഗ് കിടക്കണം. 2 ദിവസം എവിടെ എവിടെ? അതെയോ? ഓ എന്റെ ലൈറ്റ് കത്തുന്നല്ലോ കുട്ടി. ലൈറ്റ് ഒന്ന് ഓഫാക്കാൻ പറ്റും? ദോശയും അതെല്ലാം ഉണ്ട്. അത് ഫ്ലാഷ് ആണായിരുന്നു. കൽപ്പാത്തി അഗ്രഹാരങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് അല്ലേ. 2 ഭാഗങ്ങളിലും അഗ്രഹാരങ്ങളാണ്. അഗ്രഹാര വീതിയിലൂടെയാണ്. ഒരു കാലത്തെ ഇനിയിപ്പം അടുത്ത രഥോത്സവത്തിൻ്റെ സമയത്താണ് ഇവിടെ സജീവമാകുന്നത്. പിന്നെ ഒരു കാലത്ത് മുഴുവനും ജനനിബിഡമായ ഒരു അതെ അതെ ഒരു വീഥിയാണ് കൽപ്പാത്തി. അഗ്രഹാരങ്ങൾ വളരെ ഫേമസ് ആണ്. തമിഴ് ബ്രാഹ്മണരാണ് ഇവിടെ വന്ന് പിന്നെ അമ്പലം പണിതു. അതുപോലെ തന്നെ പിന്നെ അഗ്രഹാരങ്ങളൊക്കെ പണിതു. ഈ അഗ്രഹാരങ്ങളുടെ നിർമ്മിതി പോലും ഒരു പ്രത്യേക രീതിയിലാണ്. പുറത്തു നമുക്ക് നോക്കുമ്പോൾ ഒരു മുറിയെ കാണും, പക്ഷെ ഉള്ളിലോട്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടായിരിക്കും ആ അഗ്രഹാരം. പാത്രം കഴുകുന്ന സോപ്പ് തീർന്നേട്ടെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ല അത് മാത്രമല്ല, മറ്റു സാധനങ്ങളുണ്ട്. അന്നേരം ചില്ലറ അല്ല, നമുക്കത് 2 വീലർ എടുത്തിട്ട് ഇറങ്ങാം. വെറുതെ ഇവിടെ ഇതാണ് രഥം. അതെ, രഥം അതാണ്. ഇതിലൊന്ന് പോയാൽ തന്നെ അയ്യോ, എനിക്ക് ഈ ഗണപതി അമ്പലത്തിൽ എൻ്റെ ഫേവറേറ്റ് അമ്പലം ഈ ഗണപതിയും താഴശിവനും. എനിക്ക് അവിടെ വന്ന് വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം. കുണ്ടമ്പലത്തിലെ കാശിയിൽ പാതി കൽപ്പാത്തി. കാശിയിൽ പാതി. നമ്മളിപ്പോൾ അഗ്രഹാര വീതിയിലൂടെയാണ് നടക്കുന്നത്. ഉണ്ടോ? അഗ്രഹാരങ്ങളാണിത്. പേരും പെരുമയും ഉള്ള കൽപ്പാത്തി രഥോത്സവം. കൽപ്പാത്തി അഗ്രഹാരങ്ങളുടെ മാതൃക ഇതാണ്. ഉണ്ടോ? ഇതാണ്. വാതിൽ മാത്രമേ കാണുള്ളൂ. ഉള്ളിലേക്ക് ധാരാളം മുറികളാണ്. ഉണ്ടോ? വാതിൽ മാത്രം കാണും.
ഇപ്പോൾ ഇതെല്ലാം ഒഴിവായി കിടക്കുകയാണ്. എല്ലാം പൂട്ടിയിട്ടിട്ട് മക്കളൊക്കെ അമേരിക്കയിലും UK-യിലും കാനഡയിലും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സമയത്ത് അവരെല്ലാവരും ഇവിടെ എത്തും. അഗ്രഹാര വീതിയിലൂടെയുള്ള യാത്ര വളരെ ആനന്ദകരമാണ്. ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? നമ്മൾ ശ്രീഭവൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് കൽപ്പാത്തി അഗ്രഹാര വീതിയിലൂടെ ഒരു രാത്രി ചെറിയ യാത്ര അല്ലേ? ഒരുപാട് അഗ്രഹാരങ്ങളിൽ നിന്ന് സ്ത്രീകൾ താമസമുള്ളവർ അല്ല നിറയെ പൂവൊക്കെ ചൂടി ബ്രാഹ്മണ സ്ത്രീകൾ പോവുകയാണ് ക്ഷേത്രത്തിലേക്ക്. പറഞ്ഞോളൂ. അതെന്താ മോളെ? എന്തോ പരിപാടി പ്രത്യേക അതെ അതെ, ഇളങ്കാറ്റ് അടിച്ചുകൊണ്ടേയിരിക്കുന്നു. മാധുരിമയങ്ങനെ വന്നു. കൽപ്പാത്തിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഞങ്ങൾ. കയറണോ?